അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ബിസ്ക്കറ്റ് പുഡിംഗ് ഉണ്ടാക്കാം. ബ്രെഡ് പുഡിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ബിസ്ക്കറ്റ് പുഡിംഗ് അതൊരു വെറൈറ്റിയാണ്. നല്ല ടേസ്റ്റാണ്. കാരമലൊക്കെ വെച്ചിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് പുഡിംഗ്. അത് എളുപ്പമാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ. കുറച്ച് ബിസ്ക്കറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു സംഭവമാണിത്. ഇനി നമുക്ക് ഈ പുഡിംഗ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിലേക്ക് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 600 ബിസ്ക്കറ്റോ അല്ലെങ്കിൽ മേരി ബിസ്ക്കറ്റോ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു 600 ബിസ്ക്കറ്റിൻ്റെ 14 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് 250 ml ഒരു കപ്പ് പാലും 125 ml ഒരു കപ്പിന് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി മുട്ടയാണ് ആവശ്യമുള്ളത്. 3 മുട്ട വേണം നമുക്ക്. ഇനി 3 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇത് ബീറ്ററായിട്ട് അടിക്കാനോ അല്ലെങ്കിൽ കൈ കൊണ്ട് അടിക്കാനോ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. എല്ലാതും കൂടി മിക്സിയിലിട്ടിട്ട് അടിച്ചാൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിംഗ് കൂടിയാണ്. അതിലേക്ക് വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണോളം വാനില എസൻസും കൂടെ ഒഴിക്കാം. നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബാറ്റർ. ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കതിലേക്കുള്ള കാരമൽ റെഡിയാക്കാനുണ്ട്. കാരമൽ റെഡിയാക്കാനായിട്ട് ഒരു 3 സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ഇങ്ങനെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അത് രണ്ടും കൂടി ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇത് നമുക്ക് ചൂടാറാതെ തന്നെ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കണം. കേക്ക് ടിന്നിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിക്കണം. പെട്ടെന്ന് ചൂടാറും കാരമൽ, അതുകൊണ്ട് കേക്ക് ടിന്നിൻ്റെ ഭാഗത്തേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കണം. നല്ല ചൂടുണ്ട് കേക്ക് ടിന്ന്, എന്നാലും അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് കാരമൽ എത്തിക്കണം. എല്ലാ ഭാഗത്തേക്കും എത്തിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നേരത്തെ നമ്മൾ അടിച്ച് വെച്ചിരുന്ന നമ്മളെ ഇതുണ്ടല്ലോ ബിസ്ക്കറ്റും എല്ലാം കൂടിയുള്ള കൂട്ട്, ആ കൂട്ടത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ആവിയിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതുപോലെ ഒന്ന് മൂടി വെക്കാം. ഒന്നിങ്ങ് ഫോയിൽ പേപ്പറിലായിട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു പേപ്പറായിട്ടോ ഒക്കെ ഒന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കണം. 20 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി. പെട്ടെന്നാവും ഇത്. ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട്, നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് ഇതുപോലെ ഒന്ന് കവർ ചെയ്യാൻ, അതുപോലെ ഒന്ന് കവർ ചെയ്യാം. ഫോയിൽ പേപ്പറാണെങ്കിൽ അത് എന്നിട്ട് ഇങ്ങനെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റിയിട്ട് ഇതൊക്കെ ഒന്ന് ഫോർക്കിട്ടൊന്ന് കുത്തി നോക്കാം, ഉള്ളൊക്കെ ഒന്ന് വെന്തിക്കണമെന്ന്. ഞാനൊന്ന് കത്തിയിട്ടൊന്ന് കുത്തിയിട്ടുണ്ട്, പക്ഷെ വെന്തിട്ടുണ്ട് നല്ലതായിട്ട്. നല്ല ചൂടുണ്ട്. ഇപ്പം തന്നെ എടുത്തിട്ടുള്ളൂ. നമുക്ക് വേഗം തന്നെ പ്ലേറ്റിലേക്ക് കൊട്ടാം. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെടിയിപ്പിച്ച് കൊടുക്കണം. ചൂടോടൊക്കെ തന്നെ കൊട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ചൂടാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കാരമലൊക്കെ ഒന്ന് കട്ടയാകുമ്പോൾ തീരെ വരില്ല, മുറിഞ്ഞ് വരും. അപ്പോൾ ഇതാവുമ്പോൾ നല്ല കറക്റ്റിന് കിട്ടും ചെയ്യും. അപ്പോൾ ഞാൻ ചൂടോടൊക്കെ തന്നെ ഇത് തിരിച്ചിട്ട് കൊട്ടുന്നുണ്ട്. ഇപ്പം നല്ലോണം അലിഞ്ഞിരിക്കുന്നുണ്ട് കാരമൽ. ആ ടൈമിൽ തന്നെ കൊട്ടണതാണ് ഏറ്റവും നല്ലത്. കൈ കൊണ്ടെടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, നല്ല ചൂടുണ്ട്. നമുക്ക് ഒരു ടവലൊക്കെ പിടിച്ചിട്ടൊന്ന് എടുത്ത് ഒരു കേക്ക് ടിന്നെ എടുത്ത് മാറ്റാം. അടിപൊളിയായിട്ടുണ്ട് നമ്മളെ പുഡിങ്, ബിസ്ക്കറ്റ് കാരമൽ പുഡിങ്. നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളെ കാരമൽ കരിയാതെ നോക്കണം. അപ്പോൾ ഒരു കയ്പ്പ് രസം വരും നമുക്ക്. അപ്പോൾ വലിയ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കാരമൽ കരിയാതെ നോക്കിയാൽ മതി. നിങ്ങളൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കേക്ക് ടിന്നിലേക്ക്
അതേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം. എല്ലാവരും ഉണ്ടാക്കി നോക്കാം, നല്ല ടേസ്റ്റ് ഉള്ളതാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.